നമസ്കാരം. നമ്മൾ എത്രയൊക്കെ സാച്ചുറേഷൻ ആണ് അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സിന്റെ ജോലി ഒരിക്കലും പോകത്തില്ല. പക്ഷെ അതിൽ ചൂഷണപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഗുജറാത്തിൽ ഒരു പവർ പ്ലാന്റിൽ കോൺട്രാക്ട് ബേസിൽ 5 വർഷത്തിന്റെ കോൺട്രാക്ട് ബേസിൽ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ 80 to 1,04,000 ആണ്. അപ്പം 80+ മന്ത്ലി കിട്ടും. അതും 5 ഇയേഴ്സിന്റെ കോൺട്രാക്ട് ആണ്. അത് കഴിഞ്ഞ് കർണാടകയിൽ വിളിച്ചിട്ടുണ്ട് NIT-യിൽ, അല്ലെങ്കിൽ പിന്നെ വേറെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വിളിച്ചിട്ടുണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ മിനിമം 60 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മിനിമം ആണ് ഞാൻ പറയുന്നത്. മാക്സിമം എത്ര പോകാം. ഇപ്പം ഡൽഹി ഗോരഖ്പൂർ എയിംസ് ആണെന്ന് തോന്നുന്നു, ഇപ്പം റീസെന്റ് വിളിച്ചായിരുന്നു. 1,25,000 റുപ്പീസാണ് ഒരു ജൂനിയർ റെസിഡന്റിന്, നോൺ പി ജി ജൂനിയർ റെസിഡൻസിന് അവിടെ കൊടുക്കുന്നത്. PGക്ക് അതിനും മുകളിലായിരിക്കും വരുന്നത്. സോ ആ അവസ്ഥയിൽ ഞാൻ ഇപ്പൊ ജസ്റ്റ് നോക്കുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചിൽ, കോഴിക്കോടുള്ള സ്പൈസ് റിസർച്ചിൽ MBBS ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, 60 വയസ്സ് വരെ പ്രായമാവാം. 2, 25,000 രൂപയാണ് മന്ത്ലി ക്യാഷ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം വീക്കിലി ട്രൈസ്, ഒരു ആഴ്ചയിൽ 3 ദിവസം പോയാൽ മതി, അല്ലെങ്കിൽ ഒന്നിനാടം വെച്ചിട്ട് അങ്ങനെ പോയാൽ മതി. ടൈമിംഗ് ഒക്കെ അവർ പിന്നെ അറിയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്, വീക്കിലി ട്രൈസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഏകദേശം ഒരു 12 ദിവസത്തിനടുത്ത് പോകേണ്ടി വരും. അപ്പം റെമ്യൂണറേഷൻ വെച്ച് നോക്കുമ്പം പെർ ഡേ നമുക്ക് കിട്ടുന്നത് ഒരു അറൌണ്ട് 2,000 സംതിങ് ആയിരിക്കും. സോ ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പാർട്ടാണ്. നല്ല രീതിയിലുള്ള അവർക്ക് കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഒരു ഡോക്ടറിനെ അവിടെ നിയമിക്കാൻ പറ്റുന്നില്ല? ഈവൻ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ കൂടി ഒരു 45, 50, 60 കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരാളെ അവിടെ നിർത്താൻ പറ്റും. പക്ഷെ അതവർ ചെയ്യാതെ 25,000, 15,000 രൂപയ്ക്കാണ് ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത്. ഈവൻ RBI വരെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആയ പല ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഈ പട്ടാളക്കാരെ അവരെയൊക്കെ നോക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടി ISROയുടെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്ട് ബേസ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം പോയാൽ മതി, ഇത്ര റെമ്യൂണറേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതേ സമയം ഇത് നോർത്തിലോട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അവിടെ പ്രോപ്പറായിട്ട് ഒരു കോൺട്രാക്ട് ബേസിൽ ഒരു 6 മന്തിൽ വിളിക്കുകയാണെങ്കിൽ മന്ത്ലി ഫുൾ അവർക്ക് അവിടെ ജോലി ചെയ്യാൻ അവർക്ക് നല്ല ക്യാഷും കിട്ടും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. അപ്പം നല്ല രീതിയിൽ ചൂഷണം ചെയ്യാവുന്നൊരു ബോധം അവർക്കുണ്ടായി. എസ്പെഷ്യലി ഞാൻ പറയാം PG അസോസിയേഷന്റെ അവസ്ഥ. കേരളത്തിൽ നമ്മൾ ഒരു PG ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ അടയ്ക്കേണ്ട ക്യാഷ് എന്ന് പറയുന്നത് ഇയർലി നമ്മൾ അടയ്ക്കേണ്ട 70,000 പുറത്താണ്. 69,000 ഞാൻ അടച്ചത് സെക്കൻഡ് ഇയറിൽ. നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 55, അറൗണ്ട് 55+ ആണ് ആകെപ്പാടെ കിട്ടുന്നത്. ഇതേ സമയം നിങ്ങൾ ഡൽഹിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും UPയിലോ ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അറൗണ്ട് ഡൽഹിയിലൊക്കെ ആണെങ്കിൽ 110 പുറത്താണ്. ESICയിലും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുകയാണെങ്കിൽ. അല്ലെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ ഇപ്പം UPയിലൊക്കെ ആണെങ്കിൽ 99, ഡൽഹിയിലെ ബാക്കിയൊക്കെ ആണെങ്കിൽ 110 ഒക്കെ കിട്ടുന്നുണ്ട്. ഗുജറാത്തിൽ പോയ 85, 90 അറൗണ്ട് കിട്ടുന്നുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, എല്ലാ സംസ്ഥാനത്തും നല്ല രീതിയിൽ സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഫീസ് എന്ന് പറയുന്നത് തുച്ഛമാണ്. ഡൽഹിയിലൊക്കെ 25,000 രൂപ, UPയിലും ഏകദേശം അറൗണ്ട് അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ മെഡിക്കൽ PG ചെയ്യുന്ന 80% ആൾക്കാർക്കും ഫാമിലി ഉണ്ട്. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരില്ലേ. അപ്പോൾ ആൾറെഡി നമുക്കറിയാം സ്റ്റൈഫൻഡ് വരുന്നത് മന്തിന്റെ അവസാനമൊക്കെയാണ്, ചില സമയത്ത് മന്തിലൊന്നുമായി. സോ ആ കിട്ടുന്ന ക്യാഷിന്റെ ഒരു 1.5 മാസം, ഏകദേശം 2 മാസത്തെ സ്റ്റൈഫൻഡ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൽ. ഇത് ഞാൻ നമ്മുടെ കേരള PG അസോസിയേഷനിൽ പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞാണ്. നമ്മൾ ഗവൺമെന്റിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റ് 2026 ഇറങ്ങുമ്പോൾ 100% ഇറങ്ങും, അതിനൊരു സംശയമില്ല. ഞാൻ ഉറപ്പായിട്ട് പറയണതാണ്. താഴെത്തട്ടുള്ള ജനങ്ങൾ മടുത്തു. ഇവൻ ഇതിലോട്ട് നിൽക്കുന്ന ആൾക്കാർ വരെ ഇതിൽ മടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ് വരും. കോൺഗ്രസ് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത്, നെക്സ്റ്റ് ഡേ തൊട്ട് നോക്കിയോ ഈ പറഞ്ഞ PG പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ സമരത്തിലായിരിക്കും. നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും, പക്ഷെ വികസനങ്ങളൊന്നും വരുത്തൂല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ ഗെയിൽ പൈപ്പ് ലൈൻ തൊട്ട് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് മിഷന്റെ പല പ്രോജക്റ്റുകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, 2016 മുമ്പ് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ വികസനം നടന്നില്ല എന്ന് പറയുന്നതിന് വലിയൊരു ഉത്തരവ് എന്ന് പറയുന്നത് ഇവര് പ്രതിപക്ഷത്തിരുന്നുകൊണ്ടാണ്. അപ്പം 2 അപേക്ഷയാണ് എനിക്ക് ഒരു ജനങ്ങളോടുള്ളത്. ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയോട് പറഞ്ഞിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. എന്താ പറയാ, അവരൊരു ബ്ലൈൻഡ് ആയിട്ട് ഈ ഗവൺമെന്റ് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ശരിക്കുമുള്ള പ്രശ്നം എന്ന് പറയുന്നത്. PG അസോസിയേഷൻ ഞാൻ 1000 തവണ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കൂട്ടാൻ പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫീസെങ്കിലും കുറയ്ക്കുക, ഹാഫായിട്ട്. അതും ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെന്റിനെതിരെ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുന്നതാണ്. എന്താ പറയാ,
ശരിക്കും നമ്മൾ ഈ പറയത്തില്ലേ ഫാസിസം എന്നൊക്കെ, അതൊക്കെ ശരിക്കും നടക്കുന്ന കേരളത്തിലാണ്. അവരുടെ ഒരു ഭരിക്കുന്ന പാർട്ടി കാണിക്കുന്ന പോക്കത്തിനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ഫാസിസത്തിന്റെ ഒരു പൂർണ്ണ തോതിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ആ പ്രശ്നമില്ല. കാരണം അവർക്കറിയാം, നമ്മൾ അവരുടെ ഇലക്ഷൻ ശ്രദ്ധിച്ച് ചോദിക്കാൻ മതി, ഒരു പരിധി വരെ അവർ സഹിക്കും, അത് കഴിഞ്ഞാൽ അവരത് വിടും. അതിപ്പം ഏത് ഗവൺമെന്റ് ആയാലും, ഇപ്പം നിൽക്കുന്ന BJP ഗവൺമെന്റ് ആയാലും അവർ പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ അവർ വിടും. നമ്മൾ UP ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഗുജറാത്തിലെ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയൊക്കെ ഇലക്ഷൻ കണ്ടിട്ടുണ്ട്. ഡൽഹി തന്നെ നമുക്കറിയാം, കോൺഗ്രസ് പാണിരുന്ന സാധനം അതൊക്കെ പോയി ആം ആദ്മി പാർട്ടി വന്നു, പെട്ടെന്നൊരു പാർട്ടി. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം എന്താണ് വേണ്ടത്. അതൊക്കെ തന്നെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂടുള്ള ആൾക്കാരല്ല. കാരണം ഒരു 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 സോ കോൾഡ് എവർക്കെല്ലാം ഒരു ആർമിയുണ്ട്. ഇപ്പം നമ്മൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് യൂണിയൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നമ്മുടെ വാട്ടർ അതോറിറ്റി ഉണ്ടല്ലോ, അവിടെ പോണ സമയത്ത്, വർക്കല വാട്ടർ അതോറിറ്റി പോണ സമയത്ത്, അവിടെ ഒരു ദിവസം ഞാൻ ജസ്റ്റ് അതിന് തൊട്ടപ്പുറത്താണ് ട്രഷറി ഉള്ളത് വർക്കല. അപ്പം അച്ഛൻ്റെ കൂടെ ജസ്റ്റ് പോയ സമയത്ത് ഞാൻ ഈ ട്രഷറി അവിടെ പോയില്ല, ഞാൻ വാട്ടർ അതോറിറ്റിയുടെ നിന്നു. അവിടെ നിന്ന് സമയത്ത് കണ്ടതാണ്, ഡ്യൂട്ടി സമയമാണ്, വർക്കിംഗ് അവേഴ്സിൽ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടിരുന്ന് അവർ പാർട്ടി സമ്മേളനം കൂടുന്നത്. അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം, അവർക്ക് അതില്ല ഇതില്ല. ഈ ജൽജീവൻ മിഷൻ വരുന്നതിന് മുമ്പ് വരെ ഇവർക്ക് ഒരു പണിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പണി വരുന്നത്, ഇപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് അടിച്ച് മാറ്റാൻ തോന്നുന്നത്. കാരണം ജൽജീവൻ മിഷൻ എല്ലായിടത്തും ഇഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലായിടത്തും കംപ്ലീറ്റ് ആയി. പല സ്റ്റേറ്റുകളിലും എത്രയോ ശതമാനം 80% കംപ്ലീറ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അഴിമതിയുടെ എന്താ പറയുക, ഒരു കെടുകാര്യസ്ഥത, അഴിമതി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. കാരണം ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇപ്പോൾ കോൺഗ്രസും തിരിച്ച് പറയത്തില്ല, കോൺഗ്രസ് വെയിറ്റ് ചെയ്യുകയാണ് ഇലക്ഷന് വേണ്ടി. അവർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അടുത്ത അവരുടെ രീതിയിലുള്ള കറപ്ഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അപ്പം കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിപ്പം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പം ഞാൻ ഈ ഗവൺമെന്റിനെ കുറ്റം പറയാനതിന് കാരണം എന്ന് പറയുന്നത് ഇത് അവസ്ഥയാണ്, ശരിക്കും ചൂഷണം ചെയ്യുകയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 25,000 രൂപയ്ക്ക് ഒരു ഡോക്ടറിനെ ഹയർ ചെയ്യുക, അതും ട്രൈസിനെ വീക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും അവരെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് അവർക്കൊരു ഡോക്ടറിനെ അവിടെ കോൺട്രാക്ട് ബേസിൽ റെഗുലർ ഞാൻ പറയുന്നില്ല, കോൺട്രാക്ട് ബേസ് എടുക്കാമല്ലോ, 6 month അല്ലെങ്കിൽ 1 year എടുക്കാം. അപ്പം 30 days അവർക്ക് അവിടെ ജോലി ചെയ്യുക, അവർക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പം ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു നിബന്ധന വെക്കുകയാണ്, ഇങ്ങനെ വേണമെങ്കിൽ വർക്ക് ചെയ്താൽ മതി എന്ന ഒരു കാര്യമാണ് അവർ നമ്മളെ മുന്നോട്ട് വെക്കുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ ആരും പോവാതിരിക്കുക ഇങ്ങനെയുള്ള ജോലികൾക്ക്. അപ്പോൾ അവർ താനെ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാറ്റി ഒരു 50,000 60,000 രൂപ വെച്ചിട്ട് മന്ത്ലി ഒരു നല്ല രീതിയിലൊരു കോൺട്രാക്ട് ബേസ് അവർ ചെയ്യും. ISROയിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഈ പ്രശ്നം. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് സൗത്തിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. നോർത്തിൽ അവരുടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടി അവർ മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇവിടെ നേരെ തിരിച്ചാണ്, ഡോക്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളമാണ്. അതിപ്പോൾ ഏത് രീതി നോക്കിയാലും മതി. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അത്രയേ ഉള്ളൂ പറയാൻ. ദാറ്റ്സ് ഇറ്റ്.